നമസ്കാരം. കൽദായ വീക്ക്ലി അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ഞാൻ ബെനിസി. പ്രധാന വാർത്തകൾ. വിശുദ്ധവാരം ഇടവകകളിൽ സമുചിതമായി ആചരിച്ചു. വേനൽ അവധിക്കാലത്ത് നടത്തിവരാറുള്ള VBS ആരംഭിച്ചു. മെയ് 1 ആചരിക്കാറുള്ള ഓർമ്മ തിരുനാളിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായി. വാർത്തകൾ വിശദമായി. സഭയുടെ വിവിധ ഇടവകകളിൽ വിശുദ്ധവാരം സമുചിതമായി ആചരിച്ചു. പെസഹ വ്യാഴാഴ്ച തൃശൂർ മാർത്തുമറിയം വലിയ പള്ളിയിൽ പെസഹ തിരുനാളിൽ ഈശോ മിശിഹ ശിഷ്യന്മാരുടെ കാൽ കഴുകിയതിന്റെ പ്രതീകമായി അഭിവന്ദ്യമാർ ഓഗീൻ കുര്യാക്കോസ് മെത്രാപ്പൊലീത്ത കാൽ കഴുകൽ ശുശ്രൂഷ നിർവഹിച്ചു. ദുഃഖവെള്ളിയാഴ്ച വൈകിട്ട് കിഴക്കേക്കോട്ടമാർ യോഹന്നാൻ മാംദാന പള്ളിയിൽ അഭിവന്ദ്യ തിരുമേനി ധ്യാന പ്രസംഗം നടത്തി. ഈസ്റ്റർ ഞായറാഴ്ച പുലർച്ചെ കിഴക്കേക്കോട്ട പള്ളിയിൽ നിന്നും മാർത്തുമറിയം വലിയ പള്ളിയിലേക്ക് സംഘടിപ്പിച്ച ഉയർപ്പിന്റെ എതിരേൽപ്പിൽ ധാരാളം വിശ്വാസികൾ പങ്കെടുത്തു. ആഗോള കാത്തോലിക്ക സഭയുടെ തലവൻ പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കാലവിയോഗത്തിൽ പൗരസ്ത്യ കൽദായ സുറിയാനി സഭ പ്രാർത്ഥനകളും അനുശോചനവും രേഖപ്പെടുത്തി. പൊതുജീവിതത്തിലും വ്യക്തിജീവിതത്തിലും ഉടനീളം ക്രൈസ്തവ ധാർമ്മികതയിലൂന്നിയ മാറ്റങ്ങൾക്കു വേണ്ടി നിലകൊണ്ട ഒരു സഭാ നേതാവായിരുന്നു കാലം ചെയ്ത പരിശുദ്ധ മാർപ്പാപ്പ എന്ന് അഭിവന്ദ്യമാർ ഓഗീൻ കുര്യാക്കോസ് മെത്രാപ്പൊലീത്ത തന്റെ അനുശോചന സന്ദേശത്തിൽ അറിയിച്ചു. മാർ അപ്രേം സൺഡേ സ്കൂളിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്കായി വേനൽക്കാലത്ത് നടത്തിവരാറുള്ള വെക്കേഷൻ ബൈബിൾ സ്കൂൾ ആരംഭിച്ചു. വിവിധ ഇടവകകളിൽ സംഘടിപ്പിച്ച VBS ക്ലാസുകൾ അഭിവന്ദ്യമാർ ഓഗീൻ കുര്യാക്കോസ് മെത്രാപ്പൊലീത്ത സന്ദർശിക്കുകയും കുട്ടികൾക്ക് മധുരം വിതരണം ചെയ്യുകയും ചെയ്തു. കേന്ദ്ര സൺഡേ സ്കൂൾ സെക്രട്ടറിയും കേന്ദ്ര കൈക്കാരന്മാരും വിവിധ ഇടവകകൾ സന്ദർശിച്ചു. വലിയ നോമ്പിനോടനുബന്ധിച്ച് കോഴിക്കോട് മാർ തിംത്യോസ് പള്ളിയിൽ വർഷം തോറും 3 ഞായറാഴ്ചകളിൽ നടത്തിവരാറുള്ള സുവിശേഷ കൺവെൻഷനിൽ ധാരാളം വിശ്വാസികൾ പങ്കെടുത്തു. അവസാന ഞായറാഴ്ചയിൽ കോഴിക്കോട് സെന്റ് ജോർജ് ഓർത്തഡോക്സ് കത്തീഡ്രൽ പള്ളിയിലെ വികാരി ഫാദർ എൽദോസ് പുതുശ്ശേരി ധ്യാന പ്രസംഗം നടത്തി. ഇടവക വികാരി ബിനു ജോസഫ് പോന്നോക്കാരൻ കശീശ പരിപാടികൾക്ക് നേതൃത്വം നൽകി. പറവട്ടാനി മാർ അദ്ദായ് സ്ലീഹ പള്ളി യൂത്ത് അസോസിയേഷൻ സംഘടിപ്പിച്ച 30ാം സവറ സുവിശേഷ കൺവെൻഷൻ പ്രത്യാശയുടെ വചനമാരിയായി. ഏപ്രിൽ 3 മുതൽ 6 വരെ നടന്ന കൺവെൻഷന്റെ ഉദ്ഘാടനം സീനിയർ മോസ്റ്റ് വികാർ റവറൻ ഡേവിഡ് കെ ജോൺ കശീശ നിർവഹിച്ചു. വികാരി റവറൻ റൂണോ വർഗീസ് കശീശ അധ്യക്ഷത വഹിച്ച് സംസാരിച്ചു. കുന്നംകുളം ഇടവക വികാരി റവറൻ റിനോജ് ഡേവിസ് കശീശ, മാർത്തോമ സഭയിലെ റവറൻ ബോബി മാത്യു, റവറൻ ആന്റണി കൈതാരൻ കശീശ, റവറൻ ഫാദർ അലക്സാണ്ടർ കുരിക്കാട്ടിൽ CMF എന്നിവർ വിവിധ ദിവസങ്ങളിലായി വചനദൂത് നൽകി. അഭിവന്ദ്യമാർ ഓഗീൻ കുര്യാക്കോസ് മെത്രാപ്പൊലീത്ത സമാപന സന്ദേശം നൽകി. സഹവികാരി റവറൻ തിംത്യോസ് ജോയ് കശീശ, സെക്രട്ടറി ഷാബി ഷാജൻ, ജോയിന്റ് സെക്രട്ടറി അലക്സ് AD, ജിജോ മാളിയേക്കൽ, അഖിൽ ഫ്രാൻസിസ് എന്നിവർ നേതൃത്വം നൽകി. എറണാകുളം സെന്റ് തോമസ് പള്ളി ഇടവക വിമൻസ് യൂത്ത് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ബൈബിൾ ക്വിസ് മത്സരത്തിൽ സനു ലിജോ 1ാം സ്ഥാനം കരസ്ഥമാക്കി. അനബെൽ ലിജോ 2ാം സ്ഥാനവും നിഷ ഡേവിഡ്, തങ്കമ്മ തോമസ്, ഹന്ന എൻഡോ എന്നിവർ 3ാം സ്ഥാനവും കരസ്ഥമാക്കി. പറവട്ടാനി മാർ അദ്ദായ് സ്ലീഹ പള്ളി വിമൻ യൂത്ത് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ തിരുവചനം അതിമധുരം എന്ന 150 ദിന വേദജ്ഞാന യജ്ഞത്തിന്റെ ഭാഗമായി ഒരുക്കിയ പുതിയ നിയമ കയ്യെഴുത്ത് അഭിവന്ദ്യമാർ ഓഗീൻ കുര്യാക്കോസ് മെത്രാപ്പൊലീത്ത പ്രകാശനം ചെയ്തു. റവറൻ സണ്ണി S കൂള കശീശ ഏറ്റുവാങ്ങി. പദ്ധതിയുടെ ഭാഗമായി 2024 ഒക്ടോബർ മുതൽ 2025 ഫെബ്രുവരി വരെ 5 സീരീസായി സംഘടിപ്പിച്ച ഗൂഗിൾ ഫോം ബൈബിൾ ക്വിസിലെ ഗ്രാൻഡ് ടോട്ടൽ വിജയികൾക്ക് അഭിവന്ദ്യ മെത്രാപ്പൊലീത്ത സമ്മാനങ്ങൾ നൽകി. ആനി ഫ്രാൻസിസ് 1ാം സ്ഥാനവും അനു റാഫേൽ, ജെന്നി സിംസൺ എന്നിവർ 2ാം സ്ഥാനവും ഉഷ ഡേവിഡ് 3ാം സ്ഥാനവും കരസ്ഥമാക്കി. ക്വിസ് മാസ്റ്റർ റവറൻ തിംത്യോസ് ജോയ് കശീശ, ഗൂഗിൾ ഫോം തയ്യാറാക്കിയ അബി പാവു എന്നിവർക്കും ഉപഹാരങ്ങൾ നൽകി. കൂടാതെ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് PhD നേടിയ ഡോക്ടർ വിൻസി കെ വിൽസൺ, കേന്ദ്ര വിമൻ യൂത്ത് കേന്ദ്ര സമിതിയുടെ ബൈബിൾ ക്വിസ് വിജയി നീതു ജിൻഡോ എന്നിവരെയും ചടങ്ങിൽ ആദരിച്ചു. റവറൻ റൂണോ വർഗീസ്, ഷിൻസി നിയോ, സിമി ഡേവിസ്, രേഷ്മ ജിജു എന്നിവർ നേതൃത്വം നൽകി. കുരിയച്ചിറ മാർ മാറിസ്ലിഹ പള്ളി ഇടവക വിമൻ യൂത്ത് അസോസിയേഷൻ ചാരിറ്റി ഫണ്ട് റേസിംഗ് കൂപ്പണിന്റെ ഉദ്ഘാടനം ഈസ്റ്റർ ദിനത്തിൽ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം വികാരി ഡെന്നി ജോൺ തലോക്കാരൻ കശീശ,
ഇടവകാംഗമായ മാപ്രാണം ജോൺസൺ ജ്യേഷ്ഠന് നൽകി നിർവഹിച്ചു. സഹവികാരി ഫാദർ ഫ്രാൻസിസ് ചീരമ്പൻ കശീശയും ഇടവക ജനങ്ങളും കമ്മിറ്റി അംഗങ്ങളും പ്രസ്തുത പരിപാടിയിൽ പങ്കുചേർന്നു. വിശുദ്ധ മാർ അഭിമലേഖ് തിംതിയോസ് തിരുമേനിയുടെ 80ാം ഓർമ്മ തിരുനാളും പൗരസ്ത്യ കൽദായ സുറിയാനി സഭയുടെ ഇന്ത്യയിലെ ദിവംഗതരായ സഭാപിതാക്കന്മാരുടെ ഓർമ്മ ദിനവും സമൂഹ സദ്യയും 2025 മെയ് 1 വ്യാഴാഴ്ച തൃശൂർ മാർത്തുമറിയം വലിയപള്ളി അങ്കണത്തിൽ സംഘടിപ്പിക്കുന്നു. 2025 ഏപ്രിൽ 27 ഞായറാഴ്ച അഭിവന്ദ്യ ഡോക്ടർമാർ അപ്രൈം മെത്രാപ്പോലിത്ത തിരുനാൾ കൊടിയേറ്റം നിർവഹിക്കുന്നു. ഏപ്രിൽ 30 ബുധനാഴ്ച വൈകിട്ട് റംശ പ്രാർത്ഥനയും തുടർന്ന് ഭക്തിനിർഭരമായ തിരുനാൾ പ്രദർശനം തൃശൂർ ഹൈറോഡ് വഴി പള്ളിയിൽ പ്രവേശിക്കുന്നു. മെയ് 1 രാവിലെ അഭിവന്ദ്യമാർ ഓഗിൻ കുര്യാക്കോസ് മെത്രാപ്പൊലിത്തയുടെ കാർമ്മികത്വത്തിൽ മാർത്തുമറിയം വലിയപള്ളിയിൽ വിശുദ്ധ കുർബാനയും തുടർന്ന് കുരുവിളയച്ചൻ പള്ളിയിൽ വിശുദ്ധന്റെ കബറിൽ ധൂപപ്രാർത്ഥനയും ദിവംഗതരായ സഭാപിതാക്കന്മാരുടെ കബറിങ്കൽ അന്നീത ശുശ്രൂഷയും ഉണ്ടായിരിക്കും. തുടർന്ന് സംഘടിപ്പിക്കുന്ന അനുസ്മരണ സമ്മേളനം ഓർത്തഡോക്സ് സിറിയൻ സഭാ മെത്രാപ്പൊലിത്ത ഡോക്ടർ തോമസ് മോർ അത്തനീഷ്യസ് ഉദ്ഘാടനം ചെയ്യുന്നു. സഭയുടെ വിവിധ ഭക്ത സംഘടനകളുടെ നേതൃത്വത്തിൽ രക്തദാന ക്യാമ്പ്, സൗജന്യ നേത്ര പരിശോധന, ഹോമിയോ മെഡിക്കൽ ക്യാമ്പുകൾ എന്നിവയും ഇതോടൊപ്പം സംഘടിപ്പിക്കുന്നുണ്ട്. ഇതോടുകൂടി ഈ ആഴ്ചയിലെ വാർത്തകൾ അവസാനിച്ചിരിക്കുന്നു. നമസ്കാരം.